നഗരസഭാ പരിധിയിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നതിന് ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് നമ്പർ സിസ്റ്റം നിലവിലുണ്ട്. കാലപ്പഴക്കം കൊണ്ടും മറ്റ് വിഷമതകൾ കൊണ്ടും നിലവിലുള്ള ഓട്ടോറിക്ഷകൾ CNG ഇലക്ട്രിക് ഓട്ടോറിക്ഷകളിലേക്ക് മാറ്റുന്നതിനും അവരവരുടെ പാർക്കിംഗ് നമ്പറുകൾ നിയമപ്രകാരം മാറ്റിക്കൊണ്ട് നഗരസഭാ പരിധിയിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നതിനും ഓട്ടോറിക്ഷകൾ ഓടിക്കുന്നതിനും യാതൊരു വിലക്കും നിലവിലില്ല എന്നും ഇവർ പറഞ്ഞു. ഇലക്ട്രിക് വണ്ടികളുടെ 12 വണ്ടികളാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് വന്നിട്ടുള്ളത്. ഈ ഇലക്ട്രിക് വണ്ടിക്ക് ഓൾ ഇന്ത്യ പെർമിറ്റാണ് അവര് കൊടുത്തിട്ടുള്ളത്, പെർമിറ്റ് ഇല്ലത്. അപ്പൊ അതുകൊണ്ട് കാഞ്ഞങ്ങാട് വെക്കണം, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി പരിധിയിൽ വെക്കണം എന്ന് പറയുമ്പോൾ അവർക്കൊരു പാർക്കിംഗ് പ്ലേസ്, പാർക്കിംഗ് നമ്പർ കൊടുക്കണം. ഈ പാർക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞാല് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാല്, പഴയ വണ്ടിക്ക് നമുക്ക് പാർക്കിംഗ് നമ്പർ ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഈ വണ്ടിക്ക് കയറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനമാണ് ഇല്ലത്. ഇപ്പൊ നമ്മളിപ്പോ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം 15 വർഷം കഴിഞ്ഞ ഓട്ടോറിക്ഷകള് പൊളിച്ച് അതിന് മറ്റുള്ള പൊല്യൂഷൻ ഇതിന്റെ രീതിയിൽ മാറുമ്പോൾ നമുക്ക് പറഞ്ഞാല് ഒന്നുകിൽ CNG വണ്ടി എടുക്കും. ഈ CNG വണ്ടിക്കും ഇതേപോലെയാണ് ഇപ്പൊ കയറ്റുന്നത്. ഇപ്പൊ എനിക്ക് ഇപ്പോ മറ്റുള്ള വണ്ടി ഉണ്ടെങ്കിൽ അത് കണ്ടം ചെയ്ത് അതിന്റെ പാർക്കിംഗ് ഈ CNG വണ്ടിക്ക് കയറ്റി. അപ്പൊ അതേപോലെ തന്നെ എന്റെ അതേ പാർക്കിംഗ് ഇലക്ട്രിക് വണ്ടി കയറ്റുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് വണ്ടിക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത്. കാരണം ഈ പെർമിറ്റ് ഇല്ലാതെ പാർക്കിംഗ് പ്ലേസ് നമ്പർ ഇല്ലാതെ വണ്ടി ഏത് രീതിയിലാണ് പാർക്ക് ചെയ്യേണ്ടതിന്റെ ഒരു ഇത് കൊടുക്കണം. അപ്പൊ അതിന് കോടതി വിധി പ്രകാരം പാർക്കിംഗ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ കാഞ്ഞങ്ങാട് സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് പ്ലേസ് ഇല്ല എന്ന് മുനിസിപ്പാലിറ്റി തന്നെ കോടതി മുഖാന്തരം എഴുതി കൊടുത്തതാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഒരു സൗകര്യം വളരെ പരിമിതമാണ്. നിങ്ങൾക്ക് പത്രക്കാർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ, അനുഭവത്തിലൂടെ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. അപ്പം അത് വെച്ചുകൊണ്ടുള്ള ഒരു നിലയിലേക്ക് പോകുമ്പോൾ ഈ ഇലക്ട്രിക്കൽ വണ്ടിയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ നിലവിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് മാത്രമല്ല, അവരെ തൊഴിൽ നിഷേധിക്കുന്ന ഒരു നിലപാടിലേക്ക് കോർഡിനേഷൻ വ്യക്തിക്ക് പോകാൻ കഴിയില്ല എന്നത് ഈ മറ്റ് നിലയിൽ വരുന്ന പ്രചരണങ്ങൾക്ക് അതല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പത്രക്കാരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരോട് പറയേണ്ടുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ കോർഡിനേഷൻ കമ്മിറ്റി ആലോചിച്ച് ഒരു തീരുമാനമുണ്ട്. കാഞ്ഞങ്ങാട് സ്റ്റാൻഡുകളിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പത്രങ്ങളിലും ഒരു തെറ്റായ വാർത്ത വരാനുണ്ടായി. അതിന്റെ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. കാരണം പാർക്കിംഗ് അനുവദിച്ചതിലും പാർക്കിംഗ് മുമ്പോട്ട് പോകുന്നതിലും തൊഴിലാളി വെക്കുന്നതിന് യാതൊരു തരം പ്രശ്നങ്ങളും ഇതുവരെ ഇല്ല. പക്ഷേ കാഞ്ഞങ്ങാട് നഗരത്തിൽ ഏകദേശം 1500ഓളം വണ്ടികൾ നിലവിലുണ്ട്. അവർക്കെല്ലാം തന്നെ പാർക്കിംഗ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ നമ്മുടെ പാർക്കിംഗ് നമ്പറുള്ള വണ്ടി മറ്റുള്ളവർക്ക് നല്ലൊരു വിലക്ക് വിറ്റ് കഴിഞ്ഞു, നല്ലൊരു വില കിട്ടുന്ന സമയത്ത് അത് വിറ്റ് കൊടുത്തുകൊണ്ട് പുതിയതായി ഒരു വണ്ടി വാങ്ങിക്കുന്ന സമയത്ത്, അത് ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കുന്ന സമയത്തായാലും ശരി, പാർക്കിംഗ് നമ്പർ അതിൽ കയറ്റിക്കൊണ്ട് ഏതാണോ പറഞ്ഞിട്ടുള്ളത്, ഏത് വണ്ടിയായാലും അവർക്ക് ആ നമ്പർ വേണ്ടതാണ്. പക്ഷെ ഇവിടെ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവര് നല്ല വില കിട്ടുന്ന സമയത്ത് പാർക്കിംഗ് നമ്പർ അടക്കം വിറ്റുകൊണ്ടാണ് പോയത്. ഇപ്പൊ തിരിച്ചു വന്ന് വണ്ടികൾ വെക്കണം എന്ന് പറയുമ്പോൾ നഗരസഭാ പരിധിയിൽ അതിനുള്ള സൗകര്യം ഇന്നില്ല. സമീപ പഞ്ചായത്തിലെ ഒട്ടനവധി ഓട്ടോറിക്ഷകൾ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്നുണ്ടെന്നും അനധികൃതമായി പാർക്ക് ചെയ്യുന്ന ഇത്തരം ഓട്ടോറിക്ഷകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അധികൃതരുടെ ഭാഗത്തു നിന്നും അത്തരം ഓട്ടോറിക്ഷകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ KV ബാബു, PV ബാലകൃഷ്ണൻ, സുനിൽ, പ്രഭാശങ്കർ, M പൊക്ലൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.